നമ്മളുടെ സർവീസ് ചെയ്തിട്ടും പോവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് പുതിയ ദിവസം ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്കേർട്ടും സാധനങ്ങൾ ഫിറ്റ് 3 പീസില്ല. അതേപോലെ ഇതിലല്ല ഇക്ക പറഞ്ഞ ഒരു ലൈറ്റ് വരും എന്തോ പള്ളിയിലെ അച്ഛന്മാരെ ഒന്നുകൊണ്ട് രണ്ടുപേരും പ്രാർത്ഥിക്കുക. അത്രേ ചില്ലി ചിക്കൻ ആള് ക്യാമറയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈന്റ് അല്ലേ? അതാണ് ഇപ്പൊ പിടി കിട്ടിയിട്ടുള്ളത്. എല്ലാം ഫ്രണ്ടിലേക്ക് സീറ്റിംഗ് ആക്കി ഉള്ളിലേക്ക് വരുമ്പോ കുറെ പണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോകുമ്പോ തുരുമ്പായിട്ട് നിന്നില്ലേ, പീസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഉള്ളിലും ഒക്കെ അടിച്ചു. അപ്പൊ ഇനിയിപ്പോ ഒരു കോട്ടുകൂടി സക്സസ് ആവുമെന്ന് നിങ്ങൾ അറിയില്ല. അപ്പൊ അത് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കിട്ടും കേട്ടോ. ഗായ്സ് വൈകുന്നേരം രാവിലെ വന്നതാ. അപ്പൊ ഈ ബുൾജെറ്റ് ഉണ്ടായിരുന്നു അവരപ്പൊ അവിടെ ഇവിടെയൊക്കെ പോയി കണ്ടമാനം നേരം വൈകി തിരിച്ചു വരുമ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയി. വരെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ പോറായില്ലേക്ക വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്നും വണ്ടിയുടെ കുറേ കാര്യങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് വന്ന നിലയ്ക്ക് നേരം വൈകിയാലും നിങ്ങളെ കാണിക്കണ്ട വണ്ടി എന്തൊക്കെ ചെയ്തു, അതാത് ദിവസം എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള സംഭവമൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നേരം വൈകിയാലും ഒരു 10 മിനിറ്റ് വണ്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ സൈഡ് ഒന്നും നമ്മൾ ഇതിട്ടുണ്ടായിരുന്നില്ലേക്ക, പുട്ടി ഒന്നും. ഇപ്പൊ ഈ സൈഡ് ഇതേ ഫുള്ള് പുട്ടിയിടാനുള്ള നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു. കാരണം സിമെന്റിന്റെ കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളുടെ സർവീസ് ചെയ്തിട്ടും പോവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അതേപോലെ പാച്ച് പീസ് വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് അതും സംഭവങ്ങൾ ചെയ്തു. പിന്നെ ബോഡിയിൽ എന്താ പറയാ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ആക്കി അല്ലേ. ഇനി ബോഡി പുറത്തൊന്നും ചെയ്യാനില്ലല്ലോ, മതി. പിന്നെ അത് തന്നെയല്ല നമ്മൾ ബോഡി പുറത്ത് വെറുതെ ഉള്ള പെയിന്റും ഇതും കയറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. കാരണം ലോഡ് കയറ്റുമ്പോൾ സാധനം തവിട് പൊടിയായി പോണ. കാരണം നമുക്കറിയാം ടിപ്പറുള്ള സമയത്തൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് അന്ന് തന്നെ കൊണ്ടുവന്നിട്ട് വീണ്ടും കല്ല് കയറ്റാൻ പോകും. കല്ല് കയറ്റുന്ന ഓർമ്മയുണ്ടാവുള്ളൂ, തവിട് പൊടിയായി പോകും പെയിന്റ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പുട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് പെയിന്റ് അടിക്കായിരുന്നു ടിപ്പറുമേ. പിന്നെ എനിക്ക് മനസ്സിലായി അത് വെറും കാശ് നഷ്ടമാണ്. അത് നഷ്ടം. അത് ആദ്യമൊക്കെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യും, പിന്നെ നമുക്ക് ആ സൂക്കേട് മനസ്സിലാവും വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മളത് മുടക്കണേന്ന്. അതെ. അപ്പോൾ ബോഡി പുറത്തൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട്, അതായത് ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ ഓവർ കാറ് പോലെ ആവണ്ട അല്ലെ, വണ്ടി എന്തായാലും സെറ്റപ്പായിട്ട് ഇറങ്ങണം. അതെ. അപ്പോൾ ആ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും കുറെ ഗ്രൈൻഡ് ചെയ്ത് കളയാണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ പെയിന്റ് ഒക്കെ പൊളിഞ്ഞ് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ചിരണ്ടി കളഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കാരണം പെയിന്റ് അടിക്കാൻ നിർത്തുമ്പോൾ അടിപൊളി ആക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഈ നേരത്തേക്ക് ഇനാമൽ പെയിന്റ് ആണ് അടിച്ചിട്ടുള്ളത്. ഈ കമ്പനി ആൾക്കാരാകുമ്പോ ഇല്ലേ, അവര് വണ്ടിയും അധികം ഇതൊന്നും നോക്കില്ല. അവര് പിറ്റേ ദിവസം ടെസ്റ്റ് കൊടുക്കണം ആ കണ്ടീഷനിൽ ഉള്ള പെയിന്റോ ഏറ്റവും വില കുറഞ്ഞ പെയിന്റോ. അതെനിക്ക് ഈ സർവീസ് ചെയ്തപ്പോ തന്നെ മനസ്സിലായിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വീടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നത് വില കുറഞ്ഞ പെയിന്റ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പൊളിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല പെയിന്റ് അടിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും പൊളിഞ്ഞിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഇതിന്റെ എന്താ ചെയ്തത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്കേർട്ടും സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് ഇത് പെയിന്റ് അടിക്കാൻ. വീണ്ടും അയച്ചെടുക്കില്ല, അത് ഇനി അയക്കില്ല അല്ലേ? ഇത് വെച്ചു ഞാൻ വിചാരിച്ചേ നമ്മുടെ മറ്റേ അതെ അല്ലേ. ഞാൻ ഈ ഗ്രില്ലൊക്കെ അയച്ചെടുത്തിട്ട് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇതും അയച്ചെടുക്കും. കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അപ്പൊ ഈ സാധനം ഓൾറെഡി ഫുൾ ഫിനിഷിംഗിൽ വെച്ച് കഴിഞ്ഞോട്ടെ. ഞാൻ വിചാരിച്ച അയച്ചെടുക്കും വിചാരിച്ചാ 3 പീസ് അല്ലേ. അതേപോലെ ഇതിലല്ല ഇക്ക പറഞ്ഞ ഒരു ലൈറ്റ് വരും. പിന്നെ ഇത് ബ്ലാക്ക് വരും അല്ലെ, ഇത് ബ്ലാക്ക് വരും ഫുള്ള് അതേപോലെ വരും. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇല്ലേ, നമുക്ക് ഈ നീളത്തില് മറ്റേ ഇങ്ങനെ ഒറ്റൊരു ഇത് വരുന്നത്, അത് മറ്റേ കേസിന്റെ ഉള്ളിൽ വരണമൊന്നും വേണ്ട, കവർ വേണ്ട. ഞാൻ ആ വണ്ടിക്ക് കണ്ടപ്പോ അങ്ങനെ കവർ ഉള്ളപ്പോ വലിയ നമ്പർ പ്ലേറ്റ് ആവുക. സാധാ നമ്മുടെ നോർമൽ കാറിനൊക്കെ വരുന്ന അളവില്ലേ അതേ രീതിയിൽ പഞ്ച് ചെയ്ത് എടുക്കണേ. കവർ വേണ്ട. കവർ ആ വണ്ടിയുടെ ഇപ്പൊ നമ്മളൊരു വണ്ടി കണ്ടില്ല, ഇറങ്ങിപ്പോയ വണ്ടിയുടെ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു നമ്പർ എഴുതിയത് അത് ചെറുപ്പമായി കവർ വലുതായി, അതുകൊണ്ടാണ് അതൊരു വൃത്തി തോന്നിയില്ല എനിക്കത്. ആണോ? അതെ അല്ലേ. വലിപ്പം കൂടുതൽ പോലെ. അപ്പൊ അത് കണ്ടമാനം ഇതിനകത്തേക്ക് ആകുമ്പോ ഈ വലിപ്പം തന്നെ നമുക്ക് വന്നിട്ട് പിന്നെ ഒറ്റ നീളം പ്ലേറ്റ് ആക്കണേക്കാളും നല്ലത് എന്റെ ഒരു ഐഡിയയിൽ നോക്കിയപ്പോ അത് നമുക്ക് ഭംഗിയിൽ ചെറുത് കൊടുക്കാം, അതാവും ഭംഗിന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വക സാധനങ്ങൾ മൊത്തം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഇരിക്കണം അതിന്റെ കവറും കാര്യങ്ങളൊക്കെ. ഈ ഒരു പീസ് അപ്പൊ മേടിക്കുന്നതാണ് ഇത് മേടിക്കണം അല്ലേ?
ഇന്നർ പീസ് മാത്രം. ഓക്കെ, അതുപോലെ ഇതും നമ്മൾ കമ്പനിയിൽ മേടിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ബോണറ്റ്, ഈ സംഭവം നമ്മൾ ബോണറ്റും അതുപോലെ തന്നെ ഈ ഉള്ളിലത്തെ എയർ കളറിന്റെ ഈ ഒരു സംഭവം മാത്രമേ നമ്മൾ മേടിച്ചു. ബാക്കി ഇക്ക ഉണ്ടാക്കിയതല്ല ഇത്. ഈ 2 പീസ് ഇക്ക ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ സംഭവം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മൊത്തം അഴിച്ചെടുത്തു. ഇനി അതൊക്കെ സെറ്റ് ചെയ്ത് പെയിന്റ് അടിച്ചിട്ട് വേണം. അതിന്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞ AC കയറ്റുകയാണെങ്കിൽ ഇവിടെ ആയിരുന്നു അതിന്റെ വർക്കും കാര്യങ്ങളും വരിക. അപ്പൊ ഇക്കയുടെ അഭിപ്രായം മറ്റേ AC തന്നെ കയറ്റാന്നുള്ളത് കാരണം നമ്മൾ അതങ്ങോട്ട് വിട്ടു അയാളെ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആ സംഭവം ചെയ്യാം, അതല്ലേ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോ കുറെ പണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ ഒരു കോട്ട് പെയിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പോകുമ്പോൾ ആകെ തുരുമ്പായിട്ട് നിന്നില്ലേ, പീസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി. പിന്നെ ഒരു കോട്ട് പെയിന്റ് ഇപ്പൊ ഓൾറെഡി എല്ലായിടത്തും അടിച്ചിട്ടുണ്ട്. പെട്ടിയുടെ ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട്, കണ്ടു. ഫുൾ ക്ലീൻ ആയിട്ട് ഉള്ളിൽ നീറ്റായി. ഇനി ഒരു കൊട്ടുകടി അടിക്കണം അല്ലേ, എന്നാലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇനി അതെ, എത്താത്ത സ്ഥലം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കൊട്ടുകടി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇനി കൈ കൊണ്ടായാലും നല്ല കനത്തിൽ ഒന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റ് ഇടുന്നത് കൊണ്ട് ഭംഗി ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി തുരുമ്പ് എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെട്ടിയുടെ ഉള്ളിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടിയുടെ ഉള്ളിലും ഒക്കെ അടിച്ചു. അപ്പൊ ഇനിയിപ്പോ ഒരു കോട്ടുകടി അടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആയി. അപ്പോൾ അതും അടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി. പിന്നെ നമ്മളുടെ ഈ മഡ് ഗാർഡ് ഉണ്ടല്ലോ, മഡ് ഗാർഡിന്റെ ഈ ഒരു വശം നമ്മൾ എന്താ പറയാ, നെറ്റ് ബോൾട്ട് ആയിരുന്നു അല്ലേ, അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ പുത്തം പോലെ അത് മോളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ ആ സാധനം അതുകൊണ്ട് തന്നെ അഴിച്ചു കൊണ്ട് പോയേക്കാണ് കേട്ടോ. പിന്നെ ഇനി ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണം, നോക്കി കയറാൻ ജാതി ബുദ്ധിമുട്ടാ. അപ്പൊ കുഴപ്പമില്ല, എന്നാലും കേറി. ഇപ്പൊ നിലവിൽ കണ്ടോ, ഈ ഭാഗത്ത് മൊത്തം നമ്മുടെ വണ്ടി വന്ന സമയത്ത് ബ്രൗൺ കളറായിരുന്നല്ലോ, വണ്ടിയുടെ ഉള്ളൊക്കെ ക്യാബിന്റെ കളറും എല്ലാം ഒന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇത് മൊത്തം ഇനി ഗ്രേ കളറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫുൾ സ്ഥലങ്ങൾ ഇപ്പൊ ഒരു വൃത്തിയായി. ഇനി ആ തന്നെയല്ല, ചെറിയ അഴുക്കും കാര്യങ്ങളോ എന്തെങ്കിലും കറുത്ത ഗ്രീസോ എന്തെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞാൽ, ഈ ഗ്രേ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ആകെ അഴുക്കായി ഇങ്ങനെ കിടക്കും. പിന്നെ ഇത് നമ്മുടെ ബഫ് ചെയ്യുന്ന സാധനത്തിലേക്ക് അത് കുട്ടി മെഷീൻ, അതെ. അപ്പൊ അതൊക്കെ ഇട്ട് നമ്മൾ തുരുമ്പുള്ള സ്ഥലത്തൊക്കെ ഉരച്ച് കളഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മള് വർക്കും കാര്യങ്ങളൊക്കെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ചാടട്ടെ ഇങ്ങോട്ട് ചാടി ഇക്ക. ഇനി നമുക്ക് കുറെ സാധനങ്ങൾ അതേപോലെ മേടിക്കാല്ലേ, മിറർ കമ്പനിയില് സാധനം ഉണ്ടായിരുന്നില്ല മറ്റേ നമുക്ക്. അതെ അല്ലേ, അതെല്ലാം വിളിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിററിന്റെ കമ്പി വേണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വേറെ എന്തോ ഒരു സാധനം ഞാൻ പറഞ്ഞായിരുന്നില്ല, മിറർ അല്ലാണ്ട് വേറെ എന്തോ ഒരു സാധനം. അതൊക്കെ അതൊന്നും വേണ്ട. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ അവിടേക്ക് വരൂലൊക്കെ. അവിടേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു ആ ലൈറ്റ് വെക്കാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മറ്റൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ പുതിയത് ആലോചിച്ച ഒരു ഐഡിയ ഇല്ലേ നമ്മുടെ, ഞാൻ ചോദിക്കണത് അത് അതിന്റെ പുറത്ത് പിടിപ്പിച്ചാൽ മതിയല്ലോ, ഈ ബ്രാക്കറ്റിൽ പിടിപ്പിക്കേണ്ട വരില്ല മിക്കവാറും അല്ലെ. ഞങ്ങൾ വേറൊരു ഐഡിയ കൂടി ഞാനൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, സക്സസ് ആവുമെന്നുള്ളത് അറിയില്ല. അപ്പൊ ഇക്ക പറഞ്ഞേക്കണ നാളെ ഒരു മോൾഡ് നമുക്ക് അത് വെച്ച് ഉണ്ടാക്കി നോക്കാം. അത് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കിട്ടോ കേട്ടോ. അതന്നെ, അതെ, അത് സീക്രട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഞങ്ങൾ അത് നാളെ നോക്കും. അപ്പൊ നാളെ ഞാൻ വീണ്ടും വരും എന്തായാലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മോൾഡ് എടുക്കാനേ പറ്റുള്ളൂ. നാളെ മോൾഡ് എടുക്കാൻ മറ്റന്നാളെ പീസ് അടിക്കാൻ പറ്റുള്ളൂ. അതല്ലേ, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വന്ന്, കാരണം അതൊരു അർജന്റ് കേസ്. അതില്ലെങ്കിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അവിടെ ഒരു ഒന്നും അല്ലാത്തൊരു ഫീലാ. ബാക്കി എല്ലാ പണിയും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പെട്ടിക്കൂട് മുകളിൽ എടുത്തു വെച്ച പോലത്തെ എല്ലാ വണ്ടിക്ക് ഇതേപോലെ കമ്പിയൊക്കെ. അതെ അതെ, ഇങ്ങനെയുള്ള വണ്ടികളെന്നൊക്കെ പറഞ്ഞൊക്കെ അത്രക്ക് നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വണ്ടി. അതെ അതെ, അതിനൊക്കെ ഇതേപോലെ പൈപ്പൊക്കെ അടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര അതിന്റേതായ ഇപ്പൊ അജ്മീടെ വണ്ടി അത്ര ക്ലാസ് അല്ലേ, അതേപോലെ രീതിയിൽ വണ്ടികൾ ഇറങ്ങണം. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അല്ല, എനിക്കും അതന്നെ ആഗ്രഹം. അതല്ല ഞാൻ പറഞ്ഞ സമയം എടുത്തിട്ട് അതിലൊക്കെ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം ആ സംഭവം ആയിക്കോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു പ്രാവശ്യം പണി കഴിച്ച് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൊണ്ടല് എളുപ്പമല്ല. കാരണം സമയം അതന്നെ, വണ്ടി ഭംഗിക്ക് വേണ്ടിയുള്ള പണി. മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മെക്കാനിക്കൽ ഭാഗം, അത് പണിയാണ്ട് ഓടാൻ പറ്റില്ല. പക്ഷെ ഭംഗിക്കുള്ളതെന്ന് പറഞ്ഞാൽ കാശ് കിട്ടാൻ വേണ്ടി നമ്മൾ വണ്ടി ഓടാൻ നോക്കും. ആ സമയത്ത് ഇപ്പൊ കയറ്റിയിട്ടുള്ളതുകൊണ്ട് 2 ദിവസം വൈകി കഴിഞ്ഞാൽ അതികൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പിന്നാലെ നടക്കണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കോട് പറഞ്ഞ് 2 ദിവസം കൂടി ആയാലും വേണ്ടില്ല, ഈ സാധനം ഒന്നും നമുക്ക് ലെവൽ ചെയ്ത് മോള് ഈ പേര് ചെയ്തിട്ടുള്ള നെയിം ബോർഡൊന്നും ഇങ്ങനെ കാണാണ്ട് കവർ ചെയ്ത്. ട്രാവൽ ബ്രോസ് അല്ല, നമ്മുടെ വണ്ടിയുടെ പേര് മുത്ത്. നമ്മുടെ എല്ലാ വണ്ടികളുടെ പേരും മുത്ത് എന്നാണ്. ട്രാവൽ ബ്രോസ് നമുക്ക് 2-3 സ്ഥലത്ത് നോട്ട് ചെയ്യണം. നമുക്ക് അതെ, അതൊക്കെ ഒന്ന് സൈഡിൽ എഴുതണം. വെറുതെ കിടക്കട്ടെ, ആരെങ്കിലും കാണാൻ പുതിയ ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിലവിൽ ഇന്നത്തെ വർക്ക് എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരമായി ഇപ്പോഴാണ് വന്ന് വീഡിയോ എടുക്കണേ. ഈ ബുൾജറ്റിൻ്റെ ഒപ്പം ഞങ്ങൾ നിലവിൽ കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്നറിയാം, കുറേ സ്ഥലത്ത് പോയി, ഡ്രസ്സ് മേടിക്കാൻ പോയി, അതിന് പോയി. നമ്മളുടെ ഗ്രില്ല്, പിന്നെ എന്തൊക്കെയായിരുന്നു ബോണറ്റ്, കൗള്, അതൊക്കെ ആ 3 ഐറ്റം നമ്മളിനി മറ്റെന്താ പറയുക കാറിലേക്ക് കയറ്റി വെക്കണം. എന്നിട്ട് ആ സാധനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എടുത്തു വെക്കും. എപ്പോഴെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ 3 ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇടിച്ചു തട്ട് മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകുതി പൈസയ്ക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ സംഭവം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി കാറിലേക്ക് എടുത്ത് വെക്കണം. അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാറിൻ്റെ ബാക്കിൽ കയറുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല കേട്ടോ. ആദ്യം എന്തായാലും കയറ്റാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ നോക്കി നോക്കട്ടെ. ആദ്യം നമുക്ക് മറ്റേ സൈഡിലത്തെ കൗളുണ്ടല്ലോ, ഗ്രില്ലും അതൊന്ന് ഗ്രില്ല് എടുത്ത് വെച്ച് നോക്കാം. ഗ്രില്ല് കുഴപ്പം വരില്ല, കാരണം ഗ്രില്ലിന് അധികം നീളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രില്ല് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഗ്രില്ലെടുത്ത് വെച്ച് നോക്കട്ടെ. ആദ്യം കൊണ്ടുപോയി നമുക്ക് കാറിലൊന്ന് വെക്കാം. നമ്മുടെ ഭാരത് ബെൻസിൻ്റെ എംബ്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സംഭവം ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ അല്ലേ, ഇതൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇതൊന്നും എടുത്ത് വെക്കട്ടെ കേട്ടോ ആദ്യം. എൻ്റെ പൊന്നെ ഈശോയെ, നമ്മുടെ ഗ്രില്ല് വെച്ചു കേട്ടോ. ഇനി നമ്മുടെ എന്താ പറയുക ബോണറ്റ് ഒന്ന് എടുത്ത് വെക്കട്ടെ. ബോണറ്റും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡ് കൗൾ എടുത്ത് വെക്കാൻ പ്രശ്നമില്ല. പിന്നെ ഉണ്ട് കേട്ടോ, പിന്നെ നമ്മൾ നിലവിൽ ഇപ്പോൾ അഴിക്കാത്തത് കൊണ്ടാണ് അടുത്ത ദിവസം ഈ മിററുണ്ടല്ലോ, മിററിൻ്റെ കമ്പിയും കാര്യങ്ങളും ഒക്കെ അഴിച്ചെടുക്കണം. അതുപോലെ തന്നെ അഴിച്ചെടുത്തിട്ട് അതും നമ്മളൊക്കെ പുതിയതാക്കുകയാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഭാരത് ബെൻസ് എന്നുള്ള എഴുത്തൊക്കെ ഉണ്ട് നിലവിൽ. ഇനി നമുക്ക് ഭാരത് ബെൻസ് എന്നുള്ള എഴുത്തൊന്നുമില്ല. നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു മറ്റേ ആക്ട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഇനി വെക്കാൻ പോണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ചോട്ടെ. ഇത് വെക്കാൻ പറ്റുമോ? ഇത് അതിനേക്കാളും നീളം കൂടുതലാണ് കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഇത് എങ്ങനെയെങ്കിലും കയറ്റി വെക്കണം. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് കൗളുക്കടി എടുത്തുകൊണ്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ 2 സൈഡ് കൗളും കൂടി കയറ്റി വെച്ചേക്കാണ് കേട്ടോ. സൈഡ് കൗള് പ്ലാസ്റ്റിക്കാണ്, ഞാൻ മെറ്റലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നത്. ഇതെല്ലാ വണ്ടിയുടെ സൈഡ് കൗള് പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇത് ക്ലിപ്പിൽ വെറുതെ ഇങ്ങനെ എന്താ പറയുക ടൈറ്റ് ചെയ്ത് നിർത്തുന്ന സാധനമാണ്. അതേപോലെ ഇത് ഗ്രില്ലാണെങ്കിലും അതേപോലെ ഇതാണെങ്കിലും എല്ലാം ഫ്രണ്ടിലേക്ക് സീറ്റിംഗ് ആക്കി. ഇനി പ്രശ്നമൊന്നുമില്ല, ഇത് അടച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് മിററൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ഗ്രില്ല്, അതുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പുതിയത് മാറ്റുന്നത്. അപ്പോൾ അത് ഒരു സൈഡ് അയച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് 2 സൈഡും കൂടി അഴിക്കണ സമയത്ത് അതും കൊണ്ടുപോകാം. കാരണം ഇതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ തട്ടുമുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഈ സാധനം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് കയ്യോടെ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ പുതുമയുടെ ഇതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അഴിച്ച് പള്ളയെ കളഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴേലും ആവശ്യം വരുമ്പോൾ പിന്നെ തെണ്ടി നടക്കേണ്ട കേസാവും എന്ന് പറയില്ലേ. എവിടെയെങ്കിലും ഇതേപോലെ അന്വേഷിച്ച് നടക്കണം. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം നിലവിൽ ആ സംഭവം അഴിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കട്ടെ ഏട്ടാ. അഴിച്ചിട്ട് അതും കൂടി ഒന്ന് എടുത്തു വെക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള വണ്ടിയില്ലേ, ആ വണ്ടി ഇതേ അടിപൊളിയായിട്ട് ബ്ലൂ കളർ ഫുള്ള് അടിച്ചു കേട്ടോ, ഫുള്ള് അടിച്ചു. അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇല്ലേ, ഇത് അപ്പുറത്തായിരുന്നു കിടന്നായിരുന്നത്. ഉള്ളിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ഇതേപോലെ തന്നെ മറച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ മാറ്റ് ബ്ലാക്ക് ഇല്ലേ അത് സ്പ്രേ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോഴേ ഒറിജിനൽ എല്ലാ സാധനങ്ങളും എങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഫീലായിട്ട് നമുക്ക് തോന്നും. അല്ലാണ്ട് പെയിൻ്റ് അടിച്ച് അങ്ങോട്ട് തൂളി ഇങ്ങോട്ട് തൂളി അല്ലെങ്കിൽ കൈ കൊണ്ട് അവിടെ ടച്ച് ചെയ്തു അതൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മറ്റേ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അതിലാവാണ്ടിരിക്കാൻ വേണ്ടി മാറ്റ് ബ്ലാക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി അതും പേപ്പർ വെച്ച് കവർ ചെയ്തു. അതുപോലെ താഴത്തേക്ക് ആവാണ്ടിരിക്കാൻ അതും കവർ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തു. ഇൻറ്റീരിയർ വരെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അടിച്ച് ഇറക്കിയിട്ടുള്ളത്. സംഭവം ഇത് ഗ്രില്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. പക്ഷെ സംഭവം ചെയ്തിട്ടുള്ളത് എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയില്ലേ, അങ്ങനെയാണ് സംഭവമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൊത്തം മെറ്റാലിക് ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനും അതേപോലെ തന്നെ ഇവിടേക്ക് അതേ സെയിം കളർ തന്നെയാട്ടോ അടിച്ചു പോന്നിട്ടുള്ളത്. എല്ലാ വർക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, വെള്ള വണ്ടി ഉണ്ടായിരുന്നില്ലേ, ആ വെള്ള വണ്ടി ഇന്ന് ഫുൾ പണി കഴിഞ്ഞ് പോയി. അത് ഈ പറഞ്ഞ പോലെ തന്നെ നന്നായി ഉണ്ട് കേട്ടോ. വണ്ടിയുടെ എല്ലാ ഭാഗവും ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു, എല്ലാ ഭാഗവും ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ബമ്പറൊക്കെ എന്താ പറയുക നീറ്റായിട്ട്. അത് ഒറ്റ പീസാണ്, നമ്മുടെ പോലത്തെ ബമ്പറല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പീസ് ഇങ്ങനെ നീളത്തിലുള്ള പീസ്. അതിലൊരു 3-4 കുത്ത് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലാണെങ്കിലും ആട്രസിൻ്റെ ഗ്രില്ല് വെച്ച നമ്മുടെ BS6-ൻ്റെ ഗ്രില്ലും കാര്യങ്ങളും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലാണ് ആ ഒരു വണ്ടി. വെള്ള കളർ തന്നെ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സംഭവം എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വേറൊരു സ്റ്റൈൽ വണ്ടി. നമ്മളുടെയൊക്കെ ഇങ്ങനെ BS6-ലേക്ക് വരുമ്പോൾ അത് വേറൊരു മോഡൽ. അപ്പോൾ രണ്ടും 2 ടൈപ്പ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ആ വണ്ടിയുടെ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വണ്ടി ഇന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ചതാണ്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ ഈ
കാണുന്ന വണ്ടിയുടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഓരോ വണ്ടി പോകുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ വേറൊരു വണ്ടിയിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും നോക്കില്ല. പക്ഷെ നമ്മളൊരു വണ്ടി പണിയാൻ കയറ്റുമ്പോഴാണ് നമ്മൾ നോക്കുക ആ വണ്ടിയിൽ എന്തുണ്ട്, ഈ വണ്ടിയിൽ എങ്ങനെയുണ്ട്, അതെങ്ങനെയാണ് പറഞ്ഞേക്കണം, ഇതെങ്ങനെയാണ് പറഞ്ഞേക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ അറിവുകളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അത് നമുക്ക് കയ്യോടെ പറയാം അതേപോലെ ചെയ്തു, നമ്മുടെ വണ്ടിയിൽ അതേപോലെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റത് അങ്ങനെയല്ലല്ലോ, നമ്മളെന്താ ഐഡിയ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാവും. ഇത് അങ്ങനത്തെ ഒരു കേസും ഇല്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് തന്നെ അറിയാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുക. ആ ഒരു വണ്ടിയുമ്പോൾ നമ്മൾ കണ്ടതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വണ്ടി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ വെള്ള വണ്ടി കണ്ട പോലെ തന്നെ നമ്മൾ എല്ലാം നോക്കി മനസ്സിലാക്കണം. പിന്നെ നമ്മളുടെ വണ്ടിക്കൊന്നും ഇതില്ല കേട്ടോ, ഈ ഒരു ഗാർഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വണ്ടിക്ക് ഇല്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിക്ക് ആദ്യമേ മുതൽ അത് നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അത് വെക്കണോ വേണ്ടതെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഇപ്പോൾ പുതിയത് ഇപ്പോൾ വെച്ചിട്ടുള്ള അപ്പോൾ ഇത്ര നാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം വണ്ടിയുടെ കാലി വെയിറ്റ് നമ്മൾ കൂട്ടിയിട്ട് കാര്യമില്ല. ഇത് മൊത്തം കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഈ ഒരു പൈപ്പ് ഒന്നും ഒരാൾക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര വെയിറ്റുള്ള പൈപ്പ് വണ്ടിയിൽ നമ്മൾ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുള്ളിൽ പോരുന്നുള്ള കണ്ടീഷനിൽ മാത്രം വെക്കണ സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ആ സാധനങ്ങൾ വയ്ക്കുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിൻ്റെ കൂടുതലുള്ള വെയിറ്റ് അല്ലേ നമുക്ക് വണ്ടിയിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വെയിറ്റ് കുറയും. ഈ വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ ഭാരം കയറ്റുന്നത്. ഇപ്പോൾ 10 ചാക്ക് സിമെൻറ്റ് കുറവ് കയറ്റാൻ പറ്റുള്ളെങ്കിൽ അത്ര കുറവായി പോകും. കാരണം ഇത്രയധികം വെയിറ്റ് വണ്ടിയുമ്പോൾ ഓൾറെഡി കയറിയിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഇരുമ്പിൻ്റെ സാധനങ്ങൾ അടിച്ച് കയറ്റിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഫൈബറൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാണാനുള്ള ഭംഗി ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിട്ട് ഇക്കയ്ക്ക് അർജൻറ്റായിട്ട് ഉപ്പ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ആൾ നേരത്തെ തന്നെ പോയി. പിന്നെ വീഡിയോട്ടാണെങ്കിൽ അവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് എന്താ പറയുക ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ പിടിച്ചൊക്കെ പോയി. ഞങ്ങൾ രാവിലെ വന്നതായിരുന്നു. രാവിലെ വന്ന് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ അവർക്ക് വണ്ടി പണിയുന്ന സ്ഥലത്ത് പോയി. അങ്ങനെ 1-2 സ്ഥലത്ത് പോകാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം കണ്ടമാനം വൈകി തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഒരു 5 മണിയാകുമ്പോഴേക്കും എത്തുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഫുള്ള് കാണിച്ച് പണിയുന്നതും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾ കണ്ടതേ ഈ സൈഡിലും കണ്ടു, ഈ സൈഡിലും ഗ്രില്ലടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നണം. കാരണം ഒരു സ്റ്റെപ്പിനി എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സംഭവം ഇവിടെയൊക്കെ കട്ട് ചെയ്തേക്കണം. കാരണം ഈ ലിവർ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒട്ടക്കട കറക്റ്റ്. ഇതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ, അപ്പോൾ അത് കാരണം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആ വെള്ളവണ്ടി അപ്പം അങ്ങനെ ഇന്ന് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഈ വണ്ടി നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ബ്ലൂ വണ്ടിയും പോവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഭാരത് ബെൻസ് റെഡിയാക്കാവുന്നത് നമ്മുടെ വണ്ടി. പിന്നെ ഈ കിടക്കണ ഈ ബ്രൗൺ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി ഇടിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി. അപ്പോൾ അതിൻ്റെ പണികളും ഒരുവിധമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി പെയിൻറ്റിങ് മാത്രമാണോ ഉള്ളൂ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വണ്ടി കയറ്റിയതിന് ശേഷവും മിക്കവാറും നമ്മുടെ വണ്ടി കയറ്റുക. പിന്നെ ഇതൊക്കെ ഒരു തട്ടും മുട്ടും ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള വണ്ടികളായ കാരണം പിന്നെ വേറെ തിരക്കൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം നമ്മളുടെ വണ്ടി ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടേക്ക് ഇതാവും ആദ്യം കയറ്റിയിടുക. ഇതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കയറ്റിയിടും. അങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെ ദേ ഇവിടെ ഒരു വോൾവോ കിടക്കുന്നുണ്ട്. വോൾവോ പണിയാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്ത് പണിക്കുള്ളതാണെന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ആ കിടക്കണ ബസ്സില്ലേ, എന്നിട്ടാണോ ആ ബസ്സിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ബസ്സിലത്തെ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ ബസ്സൊന്ന് തൃപ്പൂണിത്തറ വരെ ഒന്ന് കൊണ്ടിട്ട് കൊടുക്കുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ അർജൻറ്റായിട്ട് പോകേണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ വരെ പോയിട്ട് പിന്നെ തിരിച്ചെനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ആ ബസ് കൊണ്ടിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്ലീപ്പർ വലിയ ബസ്സുകൾ ഓടിച്ചിട്ടില്ല, നമ്മുടെ സാധാ ബസ്സുകൾ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഓടിക്കാൻ സംഭവം പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വരെ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ വരെ പോവുമല്ല, പോയിട്ട് തിരിച്ചു വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആളോട് പറഞ്ഞ എന്താ പറയുക വേറെ ആരോടെങ്കിലും നോക്കിയോ നമുക്ക് സമയമില്ല എന്ന് പറയും. ഇതാണ് കേട്ടോ ബസ്. ഈ ബസ്സാണ് നമ്മളോട് പറഞ്ഞത്. ഇത് എന്താണ് ബസ്സിൻ്റെ പേരെന്തായിരുന്നു ഇതിൻ്റെ? ഗാലക്സി. ബസ്സിന് പേരുണ്ടാവൂലേ? ആ ബസ്സിന്റെ പേര് ചോദിച്ചാ AR ബസ്, അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. അരുണാചൽ പ്രദേശിലേക്ക് ഈ വണ്ടിയൊക്കെ ഓടിയെത്തും എന്നുള്ളതാണ് വേറൊരു കേസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ പോന്നിട്ട് കൊല്ലങ്ങളായി ഉണ്ടാവും. രജിസ്ട്രേഷൻ മാത്രമേ അവിടുത്തെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നണില്ല അരുണാചൽ പ്രദേശിൽ നിന്ന് ഈ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം വീണ്ടും തിരിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് തോന്നണില്ല. കാരണം ഈ കണ്ട കിലോമീറ്റർ അവിടേക്ക് പറഞ്ഞ വണ്ടിയൊന്നും ആവില്ല. ഇത് ബോംബെയോ അല്ലെങ്കിൽ വല്ല അങ്ങനെയുള്ള വല്ല സ്ഥലത്ത്, ചെറിയതല്ല ബാംഗ്ലൂർ അങ്ങനെയുള്ള വല്ല സ്ഥലത്തേക്ക് പറഞ്ഞ വണ്ടികളായിരിക്കും കേട്ടത്. എവിടെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചു നോക്കിയില്ല. ചേട്ടാ ഈ വണ്ടി ഇത് എവിടേക്ക് പറഞ്ഞ വണ്ടി ചേട്ടാ? ബാംഗ്ലൂർ, കോഴിക്കോട്.
ബാംഗ്ലൂർ കോഴിക്കോട് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഇതിന് എന്തോ അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞതൊന്ന് കൊണ്ടുതരുന്നത്. സംഭവം ലൈലൻഡ് ഒന്ന് ഓടിച്ച് പോയായിരുന്നു, പക്ഷേ ഈ സംഭവം ഞങ്ങൾ വരുമ്പോൾ നേരം വൈകി രാത്രിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ വണ്ടി ഒന്ന് ഓടിച്ച് തൃപ്പൂണിത്തറ വരെ പോവായിരുന്നു. ഇത് സ്ലീപ്പറും പിന്നെ എന്താ പറയുക ഇരിക്കാനുള്ള സംഭവം, 2 ടൈപ്പുള്ള വണ്ടിയാണ് കേട്ടോ. ഇവിടെ മുകളിൽ മുഴുവൻ ആൾക്കാർ ഇരിക്കുന്നതും മുകളിൽ മൊത്തം ഇവിടെ മൊത്തം കിടക്കാനുള്ള സെറ്റപ്പും, ഇവിടെ സിംഗിൾ ബർത്ത് ഇവിടെ ഡബിൾ ബർത്ത്. പിന്നെ ഇതെന്താണോ ഇതിന് വേണ്ടിയാണെന്ന് കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വണ്ടി കണ്ടോ. ഇതിൻ്റെ മുകൾ വശം പൊളിക്കാൻ വേണ്ടി എന്തോ ആവശ്യത്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. AC-യുടെ എന്തെങ്കിലും സംഭവത്തിനാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. ദേ അവിടെയും പൊളിച്ചിട്ടുണ്ട്, ദേ ഇവിടെയും പൊളിച്ചിട്ട് AC-യുടെ ഉണ്ട്, പൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു അങ്ങനെയുള്ള വർക്കിന് വേണ്ടി ഇവിടെ വന്നാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് AC-യുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ മിക്കവാറും. സ്ലീപ്പർ വണ്ടിയിൽ അതുപോലെ തന്നെ ഞാൻ ഇതേവരെ കയറി യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഒരു ദിവസം ബാംഗ്ലൂർക്കോ എവിടേക്കെങ്കിലും സ്ലീപ്പർ വണ്ടിയിൽ യാത്ര ചെയ്യണം, അത് ഭയങ്കര ആഗ്രഹം. ഇങ്ങനെ എന്താ പറയുക കിടന്ന് അടിപൊളിയായിട്ട്, അത് നല്ല വണ്ടിയിൽ ചെയ്യണം, ഏറ്റവും ടോപ്പ് വണ്ടിയിൽ. നോർമൽ എന്താ പറയുക നമ്മുടെ ലൈലൻഡ് വണ്ടിയിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ വോൾവോയോ അല്ലെങ്കിൽ സ്കാനിയോ അങ്ങനെ ഏറ്റവും കൂടിയ വല്ല മോഡൽ വണ്ടികളില്ലേ, ആ വണ്ടിയിൽ ഒന്ന് കയറി ഒരു യാത്ര ചെയ്യണം. ഇപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് ലൈലൻഡ് വണ്ടി. ഇത് ഏത് മോഡലാണെന്നുള്ളത് അറിയില്ല സംഭവം. അപ്പോൾ ഇനി ഒരവസരം വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിപ്പിക്കാം. ഇപ്പോൾ എന്തായാലും വേണ്ട, ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ മറ്റേ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട്. കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. ഗായ്സ്, ഈ സാധനങ്ങൾ മൊത്തം അയ്യോ ഇത് കാണാനില്ല ഇതിൻ്റെ ഉള്ളിലിരിക്കണത്. ഈ സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അഖില് അഖിലേ വാ പറയടാ, ഇവൻ എന്നോട് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ശരിയാക്കും എന്ന് പറഞ്ഞതാണ്. അതായത് BS3 വീണ്ടും വേണമെങ്കിൽ ആക്കാൻ നിൽക്കുക എൻ്റെ അടുത്ത് പറഞ്ഞു. ക്ലാമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്കാം. ഞാൻ വിചാരിച്ചത് പറ്റില്ലെങ്കിൽ പെട്ടുപോയില്ലേ. പറ്റാകൊന്നുമില്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ക്ലാമ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി വേണം BS3 6 വേണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാമ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കണത് ഇതൊക്കെ കൊണ്ടുപോയി എപ്പോഴെങ്കിലും നമുക്ക് ഈ സാധനം എന്താ പറയാ രണ്ടാമത് ഫിറ്റ് ചെയ്യേണ്ട അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാമ്പിന്റെ കേസ് മാത്രമല്ലേ വരുന്നുള്ളൂ. 2-3 ക്ലാമ്പ് കട്ട് ചെയ്ത് അപ്പൊ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു നീ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കേട്ടാ ചൂടാണ്ട എന്തോ പള്ളിയിലെ അച്ഛന്മാരെ വന്നുകൊണ്ട് രണ്ടുപേരും പ്രാർത്ഥിക്കുക. പോവാ കഴിക്കാൻ പോവാം. ബാ ഗായ്സ്, നിലവിൽ നമ്മുടെ കാറിൽ സാധനങ്ങളായ കാരണം അഖിലിന്റെ i10 i10 നിയോസ് ഒരു പേടിയില്ല. അങ്ങനെയാണ് നമ്മൾ ഇക്കനെ പരിചയപ്പെടുത്തണ്ടേ. അതായത് കണ്ടില്ലേ, ഹെൽമെറ്റ് പോലും ഇക്ക ഇടൂല. ബെസ്റ്റ് വണ്ടിയുടെ നമ്പർ കാണിക്കണ്ട. അല്ല ഇക്കേടെ അല്ലടാ പക്ഷെ ഇക്കയുടെ വണ്ടിയുടെ നമ്പർ നമ്മൾ കാണിച്ചിട്ടില്ല. അത് തന്നെ പ്രശ്നമില്ല. ചട്ടിയോ ദോശയും ചട്ടിയോ ചട്നിയില്ലേ എവിടെന്നായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് കഴിക്കാന്നെ. ഗായ്സ്, ഇത് മാളികപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ലൈലൻഡ് അതുപോലെ തന്നെ ടാറ്റ ഭാരത് ബെൻസ് ഇതിൻ്റെ ഒക്കെ ഷോറൂം ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങൾ സഫയർ അല്ലേ, സഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ വന്നിട്ട് ഇന്നാൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടും എന്നുള്ളത് നോക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നോക്കി നോക്കട്ടെ എന്തൊക്കെ അവിടെ ഉള്ളത്. ഫ്രഷ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പൊറോട്ടയോ പൊറോട്ടയൊക്കെ പെടാൻ സാധനം അതെ. അപ്പോൾ ഒരു സംഭവം പൊറോട്ട ഉണ്ടാക്കേണ്ട എന്തെങ്കിലും അങ്ങനെയുള്ള ലേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കഴിഞ്ഞു. കുറച്ച് നേരത്തെ വരേണ്ടിയിരുന്നു. എല്ലാ സംഭവങ്ങളും തീർന്നു തുടങ്ങി തോന്നണം. ഞാൻ ഓർഡർ പറഞ്ഞ ഈ കടയിൽ വന്ന് ഞങ്ങൾ പൊറോട്ടയും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ പൊറോട്ട പറയുന്നത് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്രേവിയാണ്. 3 പേര് 3 സൈസ് ഗ്രേവിയാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞത് ചിക്കൻ ഗ്രേവി, മറ്റേ ആൾക്ക് വേണ്ടത് ഫിഷ് ഗ്രേവി, പിന്നെ ഒരാൾ എന്ത് ഗ്രേവി പറഞ്ഞത് ചിക്കൻ ബീഫ് പണ്ട് പോലെ പണ്ടോട് പിടിക്കരുത് ടെൻഡൻസി ഉണ്ടാകുന്നു. ഇനി മേലെ ഉപയോഗിച്ച് പോയാൽ ഇപ്പൊ എന്തുണ്ടായി ഈ സാധനം ഞാൻ ഡെപ്പി നീ കുപ്പി തുറക്കണത് അതാ ഞാൻ കാണിച്ചു കൊടുത്തേ. ഇവനാണ് കേട്ടോ ഇത് കുടിച്ചത്. ഇത് എന്തോ ഒരു ബീറിന്റെ ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഈ കമ്പനി കാര്യങ്ങളും നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഒരിക്കലും ഈ സാധനം ഞാൻ കഴിക്കില്ല അതെന്തായാലും. അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴിക്കില്ല. ഇത് ഫുഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആരും ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ച പൊറോട്ടയും ഗ്രേവിയും മാത്രമേ ഉള്ളൂ എന്ന്. പോഷകാഹാരങ്ങളാണ്. എന്നാ ഒരേ കഷ്ണം കഴിച്ചു നോക്കാം. ഇവിടുന്ന് ഇടയ്ക്ക് കഴിക്കാവുന്നതല്ല. ഇത് 65 ആണോ? ഇതെന്താ
എന്ത് പറയുക കഴിക്കന്നെ. ഗൈസ് പൊറോട്ട വന്നു. ഇനി സമയമില്ല, ഇനി ഇത് കഴിച്ചിട്ട് മാത്രമാണ് ബാക്കി. BDF. BDF ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കഴിക്കണത് അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചൂടായ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റും. ഒരു പൊടി ചൂട് കുറഞ്ഞാലാ ടേസ്റ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അടിപൊളിയാ. പിന്നെ ഈ കഴിച്ച സാധനം ഇത് എന്തിട്ട് അതിന്റെ പേര്? ചിക്കൻ പേരുണ്ടാവൂലോ, അത്രേ ഉള്ളൂ. അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഒരു സാധനം. പിന്നെ ഇത് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കനും ഇതേപോലെ തന്നെയല്ലേ ഇരിക്കുക? എന്താ ഒരു പറയും കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് കാണാട്ടോ. അപ്പൊ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഓക്കെ, ബൈ ബൈ. നാളെ നിനക്ക് എത്ര മണിക്ക് ഞാൻ വരുന്ന പറഞ്ഞേ? വെരി ഗുഡ്. അപ്പൊ ഞാൻ വരില്ല കേട്ടാ. അല്ല പിണങ്ങി പോവല്ല, സന്തോഷത്തോടെ പോവാ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കണല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആള് ക്യാമറയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈന്റ് അല്ലേ? അതാണ് ഇപ്പൊ പിടി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ക്യാമറ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു, സംഭവങ്ങളൊക്കെ നോക്കി. 10 മണി. അപ്പൊ ഓക്കെ, അങ്ങനെ പോട്ടെ കേട്ടോ. ശരിടാ. അപ്പൊ ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് വിടാണ്, തൃശ്ശൂർക്ക്. ഇപ്പൊ സമയം 9:45. ഒരു 10:45 11 മണിയാകുമ്പോഴേക്കും ഒരു 1.25 മണിക്കൂർ ഈ സമയമായില്ലേ. അപ്പൊ തിരക്കൊക്കെ കുറവാകും. നേരെ വിട്ടടിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതേ കണ്ടോ, വണ്ടിയിൽ നിറച്ച സാധനങ്ങളായി കാരണം ഈ സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഇതേ മുത്തും കയറി വീട്ടിലേക്ക് വരുമ്പോൾ എവിടെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തണം. അപ്പൊ നേരെ വിടുകയാണ് കേട്ടോ. അപ്പൊ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത്തിരി നേരം വൈകി ഇറങ്ങിയത് തന്നെയാണ്. കാരണം നമ്മളൊരു 6 മണി 7 മണി സമയത്ത് പോവുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ 2 മണിക്കൂർ എടുക്കും. ഇപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കുറവ് മതി. രാത്രിയിലാകുമ്പോൾ കുറച്ച് ഹെവി വണ്ടികളുടെ തിരക്ക് മാത്രമാണ്. ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് നേരെ കീപ്പ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നേരെ വിടുക കേട്ടോ. ഇവരെവിടെയും കയറ്റിട്ടാ ഇവിടെ ഞങ്ങളും കൂടി കയറി ആക്രി വണ്ടിയില്. ആക്രി സാധനം അല്ല ഇതൊക്കെ എത്ര സാധനം അറിയോ? അയ്യാ, പിന്നെ സൈഡ് കൗളുണ്ട്. ഇതൊക്കെ അത് തന്നെയല്ല നമുക്ക് എന്താ പറയാ, വീട്ടിൽ കൊണ്ടൊന്നും എടുത്തു വെക്കാം. ഇതേപോലെ നമ്മുടെ സ്വിഫ്റ്റിന്റെ മറ്റേ ബമ്പർ മാറ്റിയിട്ടുള്ളത് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടില്ല. അതുപോലെ സൈഡിലത്തെ കൗള് ആണെങ്കിൽ ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് തന്നെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ആ സമയത്ത് ആരെയും കയ്യും കാലും പിടിക്കാൻ നിൽക്കണ്ടേ? ഇപ്പൊ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലേ? മുത്തെങ്ങനെയാ ഇരിക്കണേ? പക്ഷെ ഞാൻ എറണാകുളത്തുനിന്ന് ഇവിടേക്ക് ഇവിടെ എന്ന് പറഞ്ഞ് എത്തിട്ടാ. ഞാൻ വിളിച്ചപ്പോ, നീ വിളിച്ചപ്പോ ചാലക്കുടിന്ന് വിളിക്കാൻ എത്ര സമയം എടുത്തു? 23 കിലോമീറ്റർ കണ്ടില്ലേ? 1 മണിക്കൂർ എടുത്തല്ലോ. 1 മണിക്കൂറാ? 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഞാൻ നല്ല പിട പിടിച്ചു. 20-30 മൈലേജ് 35. 20-30 സ്പീഡിലാ. ബ്ലോക്കായിരുന്നാ? എന്തായിരുന്നു പരിപാടി കാച്ചേരിയില്? കാച്ചേരിയില് നിതയുടെ വീട്ടിലാക്കിയിട്ടാ ഞാൻ പോയത്. അത് പറയാൻ മറന്നുപോയി. നിതേനെയും മുത്തിനെയും കേട്ടാന്ന് പറയാനും മറന്നുപോയി. നിങ്ങൾ എങ്ങനെ വണ്ടിയിൽ വന്നെന്ന് വിചാരിക്കും. ഇപ്പൊ വന്നിട്ട് എവിടേക്കാ പോണെന്ന് വിചാരിക്കും. നിലവില് നിതയുടെ വീട്ടിലായിരുന്നു നിതേ മൊത്തം. അപ്പൊ നേരെ ഇവരെ വീട്ടിൽ നിന്ന് എടുത്ത് ഞങ്ങള് വിയൂർക്ക് പോവാണ്. കാച്ചേരിന്ന് എടുത്തിട്ട് നേരെ വിയൂർക്ക് പോവാണ്. മുത്തിന് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, പൂരായിരുന്നു. അപ്പൊ അത് കാരണം ഇവന് ക്ലാസ് ഉണ്ടായിരുന്നില്ലാത്ത കാരണം ഇവന് രാവിലെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ നേരെ എറണാകുളത്തിന് പോയത്. ഇനിയിപ്പോ എനിക്ക് നാളെയും പോണം. അതാണ് വേറൊരു കേസ്. നാളെ വേറെ കേസുകളുണ്ട്. അപ്പൊ അത് കാരണം നാളെയും പോണം. അപ്പൊ നേരത്തെ പോയിട്ട് നേരത്തെ വരാം. അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല. അപ്പൊ വണ്ടിയുടെ പണികള് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാവരും കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് തുടങ്ങി തൃശ്ശൂർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞത് കാരണം എന്റെ കൈ നന്നായിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഫേസ്ബുക്ക് ഗായ്സ്, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ 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 ബൈ.
കഴിഞ്ഞ ദിവസം ആ വൈറ്റ് പെയിൻറ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഫുൾ വർക്കും കഴിഞ്ഞ് ഇന്ന് ഡെലിവറി കൊടുക്കുകയാണ് കസ്റ്റമർക്ക്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വണ്ടി ഇറക്കണേക്കാളും മുന്നേ ആയിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. ഈ വണ്ടിയൊക്കെ ഞാൻ ഫുള്ള് നോക്കിയിട്ട് എല്ലാ ഭാഗവും നോക്കി. എനിക്ക് ഈ വണ്ടിയുടെ മോഡലും ഇഷ്ടമായി. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം BS6-ൻ്റെ ഫ്രണ്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട്രസിൻ്റെ മോഡലാണ് പണിതിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് കൗളൊക്കെ അഡീഷണൽ നമ്മൾ സാധാ ഉള്ളതുമ്പോൾ തന്നെ ഒരു കൗള് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഗ്രില്ലാണെങ്കിലും പഴയതുപോലെ, ഹെഡ്ലൈറ്റും പഴയതുപോലെ. അടിയിലൊരു ലിപ്പ് അതിൻ്റെ സ്കേർട്ട് ഇറക്കിയിട്ടുണ്ട്, ലിപ്പ് വെച്ചിട്ടില്ല. അതും ഒരു ചെറിയ ഫ്രോഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ പോലത്തെ അല്ല കേട്ടോ, ഇത് വേറൊരു ടൈപ്പാണ്. നമ്പർ പ്ലേറ്റ് പിന്നെ എനിക്ക് ലേശം വലിപ്പം കൂടുതലായിട്ട് ഫീൽ ചെയ്തു ഇതിൻ്റെ. പിന്നെ ബെൻസിൻ്റെ എംബളം, അതുപോലെ ആക്ട്രസിൻ്റെ ഗ്രില്ല്, ഒരു ചെറിയ ലെറ്ററിങ് ആക്ട്രസിൻ്റെ, അതൊക്കെ അടിപൊളിയായിട്ട് കേട്ടോ. വണ്ടി പ്രത്യേക ലുക്കാണ്. മറ്റേ BS6-ൻ്റെ ലുക്കല്ലാന്ന് മാത്രം. ചിലവർക്ക് ഇതാണ് ഇഷ്ടമാവുക, ചിലവർക്ക് മറ്റേതാണ് ഇഷ്ടമാവുക. പിന്നെ അതുപോലെ തന്നെ കോർണർ മിററും, അതുപോലെ സൺഷെയ്ഡ്, പിന്നെ വലിയ ഗ്ലാസ്സുകൾ എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി കുറേ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലാണ് ശരിക്കും മാറ്റാതെ വന്നിട്ടുള്ളത്. പിന്നെ വണ്ടി എന്താ പറയുക, ഇത് മറ്റേ കണ്ടെയ്നർ കയറ്റുന്ന വണ്ടി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ബോഡിയോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ല. എന്നാലും ഉള്ള സംഭവമൊക്കെ ഫുള്ള് പെയിൻ്റ് അടിച്ച് ക്ലിയർ ആക്കിയിട്ട് അടിപൊളി ആയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ബ്ലൂ വണ്ടി കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിച്ചത്, അതും പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളൂ. അതും ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി ഈ ഗ്യാപ്പിലേക്ക് വരാം കേട്ടോ.